നമസ്കാരം. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമൊന്ന് കരുതട്ടെ. ഞാൻ ഇന്ന് നമ്മുടെ ഏറ്റവും നല്ലൊരു ഡെലീഷ്യസ് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പുട്ടും ചെറുപയർ കറി, നല്ല പ്രോട്ടീനുള്ള ഇത് ആവിക്ക് പുഴുങ്ങി. ആദ്യം നമ്മൾ ഇതിന് വേണ്ട ഒത്തിരി ഐറ്റം ഒന്നും വേണ്ടല്ലോ. പുട്ടുപൊടി ഇപ്പം സാധാരണ പണ്ടൊക്കെ അമ്മമാർ ഉരലിടിച്ച തരിയുള്ള ഇത് വറുത്തൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ വളരെ തരിയുള്ള നല്ല പുട്ടുപൊടി കിട്ടും. അതൊരു പിന്നെ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ ഈ പരുവത്തിൽ നനച്ച് കുറച്ചേറെ സമയം നമുക്കൊരു അരമണിക്കൂറെങ്കിലും നനച്ച് വെക്കുകയാണെങ്കിൽ ആ തരിയെല്ലാം കൂടെ കുതിർന്ന് കിട്ടും. അതുകൊണ്ട് നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ അല്പം ഉപ്പുപൊടി വെള്ളത്തിൽ ചേർത്ത് നമ്മൾ പുട്ട് നനച്ച് അതിന് മാവ് നനച്ച് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് ഈ കുക്കറിലാണ്. കുക്കറിൽ ഉള്ള പുട്ടാണ്. ചിരട്ട പുട്ടെന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അതാദ്യം നനച്ച് വെച്ചിരിക്കും. ഒരു കുക്കറിൽ അല്പം വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ വെയിറ്റ് വെക്കുന്ന അവിടാണ് നമ്മൾ ഇത് വെക്കുന്നത്. വേണ്ട ആ ചിരട്ട പുട്ടിൻ്റെ അതിൻ്റെ അകത്തേക്ക് അല്പം തേങ്ങാപ്പീരയും കാരറ്റും കൂടെ ചുമ്മാണ് ചുരണ്ടി ഇട്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് അതിലേക്ക് മാവ് ഇങ്ങനെ നല്ല നനഞ്ഞ മാവ് ലൂസായിട്ട് ഇങ്ങോട്ട് വാരി അതിൻ്റെ അകത്തിട്ടു. എന്നിട്ട് അതിലേക്ക് ഒരല്പം തേങ്ങയും കൂടെ അതിന് മുകളിലിട്ടു. എന്നിട്ട് ഈ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏത് പാചകം അതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു വിഭവമാണിത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ഈ പുട്ടിൻ്റെ കോമ്പിനേഷനായിട്ട്, കാരണം സാധാരണ നമ്മൾ വീടുകളിൽ പുട്ട്, മുട്ട, കടലക്കറിയൊക്കെ വളരെ ടേസ്റ്റബിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു ഗ്ലാസ്, ഞങ്ങൾക്ക് ഒരു 5 പേർക്ക് വേണം. രാവിലെ നമ്മുടെ ഇവിടെ മക്കൾ ഒരു 5 പേര് ഞങ്ങൾക്ക് കൂട്ടായിട്ട് ബാക്കി പേരുണ്ട്. ഞാനും വൈഫും ഞങ്ങൾക്ക് 5 പേർക്കുള്ള ഫുഡാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് ചെറുപയർ, ഒരു ഗ്ലാസ് ചെറുപയർ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാനുള്ള ഇതുകൊണ്ട് കുക്കറിൻ്റെ അകത്ത് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയറാണ്. പെട്ടെന്ന് അതാകും. ആ കുക്കറിൻ്റെ അകത്ത് 2 പച്ചമുളകും കൂടെ ഓടിച്ച് ഇട്ട് ആ കുക്കറിൻ്റെ അകത്ത് അല്പം അതിന് പാകത്തിനുള്ള വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് കണ്ടോ. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ്, എനിക്കൊന്ന് 2 മിനിറ്റ് ആവി കയറിയപ്പോഴത്തേന് തന്നെ നമ്മുടെ പുട്ടിൻ്റെ കാര്യം തീരുമാനമായി. അത് കണ്ടോ, പുട്ട് എന്നാലും ഒരു അല്പം കൂടെ വെന്തോ. അപ്പം ഇത് കുക്കറിൻ്റെ അകത്ത് പയറും പച്ചമുളകും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഇനി ഒത്തിരി ഒരു പയറിൻ്റെ അംശം ഇച്ചിരി കിടന്നോട്ടെ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ. ഇനി ഇതിൻ്റെ അകത്ത് അല്പം ഈ പുട്ടിന് വേണ്ടി ഏതായാലും തേങ്ങ എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരല്പം തേങ്ങ തിരുമ്മി ആ തേങ്ങയും ഒരു ചെറിയ 2 അല്ലി ഇതുപോലെ വെളുത്തുള്ളിയും ഒരു ഞുള്ള ജീരകവും കൂടെ അരച്ച് അല്പം അതിൻ്റെ ഇടയ്ക്ക് 2 in 1 ആണ്. രണ്ടും കൂടെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഇത് വെന്ത് പാകമായ ആ കറിക്കകത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും അല്പം ജീരകവും, ഓരോരുത്തരുടെ ആ ടേസ്റ്റ് അനുസരിച്ച് ഒരു ഞുള്ള ജീരകവും അതിൻ്റെ അകത്തേക്ക് ഒരല്പം ജീരകവും കൂടെ കലക്കി നല്ലോട്ട് അരച്ച് അടുപ്പത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഒരല്പം ഉപ്പും കൂടെ പുട്ടിന് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ ഒരു പൊടി ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ പുട്ടായി, കറിയുമായി. ഇനി ഇതിൻ്റെ ഒരു അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തിളച്ചൊന്ന് പാത വരുമ്പോഴത്തേന് നമ്മൾ നിർത്തും. എന്നിട്ട് പുട്ടെടുക്കുകയാണ്. പുട്ട് ഞാൻ കാണിച്ചു തരാം. പുട്ട് നമ്മളെടുത്തു, അതിൻ്റെ കുക്കറിൽ ആദ്യം നിന്ന് എടുത്തു. എന്നിട്ട് ഇത് ഇത്രയും പരിപാടിയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീണ്ടും അടുത്ത ഉണ്ടാക്കി വെച്ചേക്കുന്ന പുട്ടുകൾ നല്ല സിമ്പിള പുട്ടാണ്. പിള്ളേർക്കെല്ലാം
വളരെ ടേസ്റ്റ്. കാരറ്റ് അതിൻ്റെ കൂടെ ചിലർക്ക് ഇനിയും കാരറ്റ് പകരം ബീറ്റ്റൂട്ടോ ഇനി വെജിറ്റബിൾ ഇല്ലാതോ ഇതിപ്പോൾ നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി ചേർത്താണ്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് തേങ്ങാപ്പീര മാത്രം മതിയെങ്കിൽ അതങ്ങനെ കാണിക്കുകയാണ്. വീണ്ടും അതിലേക്ക് നമ്മൾ തേങ്ങാപ്പീരയും ഇട്ടു, പുട്ടിൻ്റെ മാവ് നനച്ച പുട്ടും കൂടെ പുട്ടുപൊടിയും കൂടെ ഇട്ട് വീണ്ടും കുക്കറിൻ്റെ മുകളിലേക്ക് വെക്കും. ഇനി അതിന് 2-3 മിനിറ്റ് അങ്ങേയറ്റം. അന്നേരപ്പോഴത്തേന് നമ്മളിവിടെ കറി ഓക്കെ ആയിട്ടുണ്ട്. അതൊന്ന് കടട്ടും. നല്ല കണ്ടമാനം കുറുകിപ്പോകാതെ നമ്മൾ ഈ പുട്ടിനുമൊക്കെ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിനുള്ള കറി നമ്മൾ ചോറിൻ്റെ കറി പോലെ കണ്ടമാനം നീണ്ടു പോകാതെ ഇരിക്കണം. അന്നേരം അതിലേക്ക് അവസാനത്തിൽ തിള വരുമ്പോഴത്തേന് ഒരല്പം കരിയാപ്പില, പിന്നെ അല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. ഈ കറിയുടെ മുകളിൽ അല്പം വെളിച്ചെണ്ണ. ഇനി അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വറവ് ഇടുകയാണ്. അപ്പം ഈ സ്റ്റൗവിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു ചെറിയൊരു ഫ്രൈ പാൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ വെച്ചു. അതിലേക്ക് 2 കടുകിട്ടു, 2 വറ്റൽമുളക് ഇട്ടു, അതിലേക്ക് 2 കരിയാപ്പില. എല്ലാം പെട്ടെന്നുള്ള പരിപാടി. രാവിലത്തെ ആയതുകൊണ്ട് തിരക്ക്, അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളെ പെട്ടെന്ന് ഇതുണ്ടാക്കി കാണിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ സാധാരണ അടുപ്പുകളൊക്കെ ഒരടുപ്പൊന്നും അല്ലല്ലോ, അടുപ്പ് തന്നെ പല സൈസ്, തന്നെ 4 അടുപ്പ് വരെയുള്ള സ്റ്റൗവുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചു. ഇതാണ് നമ്മുടെ പുട്ട് ഞാനിത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇതിന് വെള്ള കളറിൽ തന്നെ ഇരുന്നോട്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്ത കറിയാണ്. അത് നമ്മൾ ഇതുണ്ട്. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാണ്. ചൂടോട് കഴിച്ചോണം. ചൂട് പോകുന്നതിന് പുട്ട് ചൂട് പോയാൽ അതാണ്. അപ്പോൾ ഇത് നല്ല ഒന്നാന്തരം ചിരട്ടപ്പുട്ട്, 4 ചെറുപയർ കറി, പപ്പടവ. ഇനി കറി താല്പര്യമില്ലാത്തവർക്ക് ഈ പഴം കൂട്ടി കഴിക്കാം, അല്പം പഞ്ചസാരയും കൂട്ടിയിട്ട് കേട്ടോ. അപ്പം ഇത് എല്ലാ വീട്ടിലും നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരെ നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് അവരെ കഴിപ്പിക്കാനായിട്ട് നമ്മളിതുപോലെ കാരറ്റ് അല്ലെങ്കിൽ നമ്മളെ ബീറ്റ്റൂട്ട് അതുപോലുള്ള വെജിറ്റബിൾസും കൂടെ ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ല പ്രോട്ടീനുള്ള ഈ ആവിയിൽ വേവിക്കുന്ന ഇഡലി, ഇതുപോലുള്ള പുട്ട്, ഇതൊക്കെ ആവിയിൽ വേവിക്കുന്ന ഈ ഭക്ഷണം ഏറ്റവും നല്ല ഇതാണ്. അതോടൊപ്പം തന്നെ ചെറുപയർ അത് നമ്മൾ കുതിർത്തിട്ട് ആണ് അത് കറി വെച്ചിരിക്കുന്നത്. വളരെ സമൃദ്ധമായ പോഷകങ്ങളുടെ ഒരു കലവറയാണ് ചെറുപയർ. ആ ചെറുപയർ കറിയും കൂടാണ്. ഇനി കടലക്കറിയോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ നിശ്ചയമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഈ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നമുക്ക് ആ ബെൽ ബട്ടൺ അടിക്കുക. വീണ്ടും ഒരു നല്ലൊരു വിഭവമായിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.